ഹലോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. പക്ഷെ നല്ല പ്രീമിയം ക്വാളിറ്റി വാങ്ങിച്ചുള്ള പ്രൊഡക്റ്റുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നോക്കി കാണാൻ പറ്റും, ഇഷ്ടമുള്ളവർ നോക്കാവുന്നതാണ്. ബബ്ബ ദിലീപിനെ വരാനിരിക്കുന്ന ഒരു ഐപ്പിൾ മൂവിയാണ്. ഇതിൽ മോഹൻലാലിന്റെ ക്യാമിയോ റോളിലുള്ള ചിത്രമാണ്. മോഹൻലാലിനെ കൂടാതെ ഇപ്പോൾ എക്സ്ട്രാ ഫാക്ടറായി മറ്റൊരു കാര്യം കൊണ്ട് വന്നിട്ടുണ്ട്. വിജയുടെ ബർത്ത്ഡേക്ക് ബബ്ബ ടീമിൽ നിന്ന് വിജയ്ക്ക് ബർത്ത്ഡേ വിഷസ് ഒരു പ്രാക്ടിക്കൽ പേഴ്സൺ അല്ലാതെ ഒരു മൂവി ടീം തന്നെ വിജയ്ക്ക് വിഷ് കൊടുത്തത് കാണാൻ പറ്റും. ഇല്ലി സിനിമയിലെ ജീപ്പ് ഉപയോഗിച്ചാണ് വിഷസ് നൽകിയത്. മുൻപ് വന്ന പോസ്റ്റേഴ്സിലും ആ ജീപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിനെക്കുറിച്ച് ദിലീപിനോട് ചോദിക്കുമ്പോഴും തിയേറ്ററിൽ വന്ന് കാണാനാണ് പറഞ്ഞത്. തിയേറ്ററിൽ അയ്യാക്കുന്ന ഒരു ബിഗ് ഗില്ലി റെഫറൻസ് തന്നെ പടത്തിൽ കാണുമെന്നത് തീർച്ച. ഇതുകൂടി വന്നപ്പോൾ നല്ലൊരു ഐപ്പ് അന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ മോഹൻലാൽ ഫാൻസിനും വിജയ് ഫാൻസും സെലിബ്രേറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പടത്തിലെന്ന് തോന്നുന്നു. എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. അടുത്തത് ജനനായകൻ ഗ്ലിംസ് റിലീസായി. തീരെ ലൈവിലില്ലാത്ത ഒരു ചിത്രം ഒറ്റയടിക്ക് വൻ ലൈവിൽ വന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കുറച്ച് സീൻ മാത്രമുള്ള ഒരു ചെറിയ ഗ്ലിംസ് ആണ്. തെലുങ്കന്മാർക്കിടയിലും ഇന്ത്യക്കാരുടെ ഇടയിലും ഈ ഗ്ലിംസ് വൻ ഓളം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഗ്ലിംസിന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓൾറെഡി തീരെ പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടപ്പോൾ ടോപ്പ് നോട്ട് സംഭവം അല്ലെങ്കിലും ഡീസൻ്റ് ആയ ഗ്ലിംസ് തന്നെയാണ് കിട്ടിയത്. പക്ഷെ അതിന് പോസിറ്റീവായി തോന്നിയതിന് DOP ആണ്. ഇതിനെയാണ് സത്യം സൂര്യൻ DOP വേണമെന്ന് എല്ലാവരും പറയുന്നത്. അനിയിൽ നിന്നാണ് ഒരുപാട് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ അവിടെ നിരാശ ഉണ്ടാക്കിയതെന്ന് പറയാം. സാധനം കൊള്ളാം, പക്ഷെ ഒരു കംബാക്ക് ഇന്ത്യൻ സോങ്ങിന്റെ മറ്റൊരു വെർഷനായിട്ടാണ് തോന്നിയത്. ഒരു പവർ ഐറ്റം കിട്ടിയില്ല. ചിലപ്പോൾ ഇതിന്റെ BGM വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടായിരിക്കും. കാരണം പടം റിലീസ് ചെയ്യാൻ ഇനിയും ഒരുപാട് മാസങ്ങളുണ്ട്. മിംസ് കണ്ടപ്പോൾ തന്നെ ഭഗവന്ത് കേശരിയായിട്ട് നല്ല സിമിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കണ്ട് ചിലർ കംപ്ലീറ്റ് റീമേക്കാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. 2023 റിലീസായ പടത്തിന്റെ ഒരു ബിഗ് സ്റ്റാർ 2025 കൊണ്ട് റീമേക്ക് ആരെങ്കിലും ചെയ്യുമോ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സീൻ മാത്രമാണ് റേറ്റ്സ് മേടിച്ചിരിക്കുന്നത്, മൊത്തമല്ല. ഇതൊരു പൊളിറ്റിക്കൽ രീതിയിൽ പോകുന്ന പടമാണ്. വിജയ് തന്റെ അവസാന പടം ചെയ്യാൻ നോക്കുന്നത് കംപ്ലീറ്റ് ഫാൻസിന് വേണ്ടി മാത്രമുള്ളൊരു പടമായിട്ടാണ്. ഒരുപാട് കാലങ്ങളായി വിജയ് പക്ക മാസ് മസാല പടം ചെക്ക് ചെയ്തിട്ട് നല്ലൊരു എന്റർടൈൻ പടം കിട്ടിയാൽ തന്നെ മതി. അപ്പോൾ കേസരിയിൽ നിന്ന് കുറച്ച് സീക്വൻസ് ഉണ്ടാവും, പക്ഷെ സ്റ്റോറി അതല്ല. ഒരു അപ്ഡേറ്റ് ഇനിയിപ്പോൾ ഈ പടത്തിൽ നിന്ന് നെക്സ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് വരുന്നത് ഫസ്റ്റ് സിംഗിൾ ആയിരിക്കും. പക്ഷെ ഇനി അതിന് ദീപാവലി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ സോങ്ങിന് ടൈറ്റിലിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ഉണ്ട്. വൺ ലാസ്റ്റ് സോങ് എന്നാണ് ഫസ്റ്റ് സിംഗിൾ ടൈറ്റിൽ എന്നത് പറയുന്നത്. ഇത് പാടിയിരിക്കുന്നത് വിജയ് കൂടിയാണ്. മുൻപ് സോങ്ങിനൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് ചിലപ്പോൾ ഇന്ത്യൻ 2 ലെവൽ ആക്കുമോ എന്നൊരു സംശയം നമുക്കുണ്ട് എന്ന് തന്നെ പറയാം. നെക്സ്റ്റ് അപ്ഡേറ്റ് ഈ പടത്തിലെ എൻ്റെ ക്രെഡിറ്റിൽ വിജയുടെ ടോപ്പായ എല്ലാ കൊത്തു സോങ്ങും ചേർത്തുള്ള ഒരു റീമിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഇതുപോലുള്ള അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. താഴെ ലൈക്ക് ബട്ടൺ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇന്നൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.